എന്താ കടയിലെ തിരക്ക്? ചോദിക്കുമ്പം ആരുടെ കയ്യിലും കാശില്ല. എന്നാ ഏത് കടയിലാ ഒഴിവുള്ളത്? ബിന്ദു എന്തിയടാ? ഇപ്പൊ പോയതേ ഉള്ളു. ഏതോ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരിക്കുക. എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുതെന്ന്. ഇത് റഹീമിന് വാങ്ങിയ ഷർട്ടാണ്. എനിക്കിതൊന്നും വേണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലാതെ എപ്പോഴാണ് റഹീം നല്ല ഷർട്ടുകൾ ഇടുക? ഒന്നിടണം. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഒന്ന് പെരുപ്പിച്ചേ. നല്ല വാടി. എനിക്ക് ഇതുപോലെയൊക്കെ വരുമോ? പിന്നെ ഓയ്, എവിടെ പോവാ? ഒരിടത്ത്. എന്ന് വെച്ചാ? അതെന്തിനാ അറിയണേ? വരുന്ന? എവിടാ? അത് പറയൂല. വന്ന ഒരു സൂത്രം കാണിച്ചു തരാം. വരുന്ന? ഇവിടെ എന്ത് ശക്തിയാണെന്നോ. മുടങ്ങാതെ 100 ദിവസം ഇവിടെ വന്ന് തിരികെത്തിച്ച നമ്മുടെ മനസ്സിൽ എന്ത് ഉദ്ദേശിക്കുന്നു അത് നടക്കും. സത്യം? ഒന്നും വരുമോ? ഇപ്പൊ 80 ദിവസമായി. അയ്യോ, സമയം ഒത്തിരിയായി. വല്യപ്പ കാത്തിരിക്കും. വാ. ഇവിടെ വാടാ. ഈ പെൻസിലും ചെത്തി തന്നെ. എന്താ തീർന്നില്ലേ? എന്തിനാണ് ഇതിങ്ങനെ ചെത്തി ചെറുതാക്കിയത്? ചെറുതാക്കിയതല്ല, ചെറുതായതാ. ചെത്തിയപ്പോ മൊന പോയി. അപ്പൊ പിന്നെയും ചെത്തി. ഇപ്പൊ പിന്നെയും മൊന പോയി. പിന്നെ ചെത്തി മൊന. നബിയുടെ തിരുമുസല്ലേ ഒരു ദേശമീടി ഞാൻ അല്ല പശുവിനെ കറന്നില്ലല്ലേ? നായരുട്ടൊരു കാര്യം ചെയ്യും, അകത്തോട്ട് കയറിയിരിക്കും. ഞാൻ പോയി ഡിമീന്ന് കറന്നേച്ച് വരാം. ഏത് മോളെ റസീന, നായരുട്ടിക്കൊരു ചായ കൊടുക്കി, അകത്തോട്ട് കയറിയിരിക്കും. പാല് കുടിച്ചില്ലേ? എന്റെ ഈ കാശില്ല. അത് സാരമില്ലപ്പാ, ആദ്യത്തെ ചായ എപ്പോഴും പ്രിയ. കുടിച്ചോളി. അപ്പ നായരുട്ടിക്ക് നമ്മുടെ നാടൊക്കെ പിടിച്ചാ? ഇല്ല. അതെന്താ കാര്യം? എന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ നല്ലവരാ.
ഇവിടത്തെ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ചെവിയെ പിടിച്ച് തിരുമും, നോവിക്കും. ആര് പിടിച്ചെന്ന്? ഇത് ചെവിയാന്ന്, ഇത് ആണുങ്ങളെ ചെവിയാന്ന്. ഈ ചെവിയെ പിടിച്ച് വീട്ടിലെ കുഞ്ഞിന്നലെ നോവിച്ച് ഞെരടി. എന്തിന്? കുറ്റം എന്റേതായിരിക്കും. പക്ഷെ ആണുങ്ങളുടെ ചെവിയെ പിടിച്ച് ഞെരടാവോ? വേഗം വാ ഒരാളെ. വരണപ്പാ. ഓ മൈ ഗോഡ്, മലമ്പുഴയിലെ ഒരു ചൂട്. റിയലി ഇറ്റ് ഇസ് ടു മച്ച്. രാത്രി മുഴുവൻ കൊതുക്. എന്ന് വെച്ചാൽ എങ്ങനത്തെ കൊതുക? ഇത്രയ്ക്ക് ഉണ്ടോ അതൊന്നും? ഒന്നും പറയണ്ട, പോയതിന്റെ പകുതിയായി. ഈ ദിവസങ്ങളിലൊന്നും സമയത്ത് ടാബ്ലറ്റ്സ് കഴിച്ചു കാണില്ല, എനിക്കറിയാം. ഇല്ലില്ല, ഇത്തവണ ഒന്നും ധരിച്ചിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ട് കഴിച്ചു. ആ പിന്നെ എന്റെ റിസർച്ച് പേപ്പറിനെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്ന് നിനക്കറിയാമോ? 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ സംസ്കാരത്തെ കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് ആരും ഇന്നലെ എഴുതിയിട്ടില്ലെന്ന്. അതിനിപ്പോ എന്ത് എഴുതി വിട്ടാലും ആരെതിർക്കാൻ പോകുന്നു? അന്ന് ജീവിച്ചിരുന്നവരാരും ഇന്നില്ലല്ലോ. അത് ശരി. മണിയമ്പിള്ളെ കണ്ടില്ലല്ലോ. മണിയമ്പിള്ളേ, ഇതാ, ഇത് അക്ഷരമാലയാണ്. നല്ലതുപോലെ നോക്കി എഴുതി പഠിക്കണം. ആണുങ്ങളായാൽ അക്ഷരങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? വലിയ കിറുക്ക് തന്നെയായത്. ഇനി ഏവനെ അക്ഷരം പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിനു ആവശ്യം അവന് ഇപ്പോഴും മുലക്കുപ്പിയുമാ. നമുക്ക് എന്ത് വേണം പത്മം? നമ്മൾ മുഖാന്തരം ആരെങ്കിലും 4 ലക്ഷം പഠിച്ചു പോട്ടെ. അപ്പഴേ ഇനി ഇരുന്നാ മതിയോ? വല്ലതും കഴിക്കണ്ടേ? ആറാട്ട് ഈറ്റ ഊരിയാൽ ഇപ്പം വെറുതെ ആ വീട് അടച്ചുകൂടി കിടക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുക. നീ ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? വീടൊന്ന് കാണുകയെങ്കിലും ചെയ്യാമല്ലോ. അടുത്തുള്ള പിള്ളേർ അവിടെയാ ചീട്ടുകളിയൊക്കെ. എന്താ റഹീം, റെഡിയായോ? അല്ല റഹീം, ഞാൻ ആലോചിക്കായിരുന്നേ, ഈ പെണ്ണുങ്ങളുടെ ഒരു ബുദ്ധിയെ ഇന്ന് നോക്കിയപ്പോ നമുക്ക് ഒരു പണിയില്ല. വീട്ടിലടങ്ങിയിരിക്കുന്ന സ്വഭാവം പണ്ടേയില്ലല്ലോ. ഉടനെ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. അടഞ്ഞിടക്കുന്ന വീട് ഒന്ന് വൃത്തിയാക്കി വാടകയ്ക്ക് കൊടുക്കട്ടെ. എന്തായാലും 12ാം നൂറ്റാണ്ടിലെ സംസ്കാരം അന്വേഷിക്കുന്നതിലും ഭേദമാണല്ലോ. ഓ അതെ 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 അതെ. എന്തിനാടാ ഇങ്ങനെ പുറകെ മണത്ത് നടക്കുന്നത്? പോയി കാറിലിരിക്കും. റഹീം, ഇതൊന്ന് തുറക്കൂ.
അല്ല, ഞാൻ പറയുമ്പോ തെറ്റാണെന്ന് തോന്നും. എന്നാലും പറയുക, ആ റഹീമിന് കുറച്ചു നാൾ ലീവ് കൊടുക്കണം. ഇപ്പോൾ അയാളുടെ ശ്രദ്ധ മുഴുവൻ അമ്മയെ പറ്റിയാ. കാർ ഓടിക്കുമ്പോൾ തന്നെ എത്ര ആബ്സെന്റ് മൈൻഡഡ് ആണെന്നോ. ഇന്ന് പോരുന്ന വഴി 4 വെച്ച് ഞാൻ കരുതി എല്ലാം തീർന്നെന്ന്. നിന്നോട് അയാൾ പറഞ്ഞോ അവധി വേണമെന്ന്? എന്ന് പറഞ്ഞില്ല. പക്ഷേ ഈയിടെ അയാൾക്ക് ഏതു നേരവും ചിന്ത അത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അത് പറയാൻ അയാൾക്ക് വൈമനസ്യം കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ വരട്ടെ. എന്താ റഹീം പറയുന്നത്? തെറ്റിദ്ധരിക്കരുത് സാർ. സാറിനെ പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഉമ്മായി ഇങ്ങോട്ടുണ്ടെന്ന് ആരെങ്കിലും കാണിച്ചാ പോരെ? ഇനി ആരെയും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല സാർ. ഉമ്മയുടെ അസുഖം മാറുന്നൊന്നുമല്ല. പിന്നെ ഇനിയുള്ള സമയം ഉമ്മയുടെ അടുത്തിരിക്കുക, അത്ര തന്നെ. റഹീമിന് നിർബന്ധമാണോ പോണമെന്ന്? റഹീമിന്റെ പ്രയാസം മനസ്സിലാക്കാതെ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ? അമ്മയുടെ ഈ നിലയിൽ ഒരു മകന് പോകാതിരിക്കാനൊക്കുമോ? പോരെങ്കിൽ റഹീം ഒറ്റ മകനാണ് താനും. എന്താ റഹീം, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നാൽ അങ്ങനെ ആട്ടെ. റഹീമിന് എന്ന് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം റഹീമിനുണ്ടായിരിക്കും. എന്നോടൊന്നും പറയാതെ പോവുക അല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ മണിമ്പിള്ളയും കേട്ടതല്ലേ? വീട്ടിൽ ഉമ്മാക്ക് അത് കള്ളം. എന്ത്? ഉമ്മാക്ക് വേണ്ടി പോണെന്ന് പറയണത് കള്ളം. സത്യം എനിക്കറിയാം. ഇവിടത്തെ കൊച്ചമ്മ ചീത്തയാ, എനിക്കറിയാം. മണിമ്പിള്ള, നീ ഒരിക്കൽ കൂടി മണിമ്പിള്ള അങ്ങനെ പറയരുത്. അദ്ദേഹം എനിക്ക് അച്ഛനെ പോലാണ്. ഇങ്ങനെ ഞാൻ പിടിച്ചു തന്നു. ഇനി ഇവിടെ നിന്നാൽ എനിക്ക് കറവറില്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. വലിയ വലിയ വീടുകളിലെ ഡ്രൈവറായാൽ കാർ ഓടിച്ചാൽ മാത്രം പോരാ. വലിയ വീട്ടിലെ ഡ്രൈവറായ കാർ ഓടിച്ചാൽ മാത്രം പോരാ. പിന്നെ ഇവിടത്തെ ആൾക്കാർ ചീത്തയാ, എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് തോന്നുക? ഒന്നുമല്ല, ഈശ്വരനാണ് ഞാൻ പറയുക. ഇവിടത്തെ ആൾക്കാർ ചീത്തയാ. അപ്പൊ ഞാനോ? അതറിഞ്ഞുകൂടാ. ഇന്നലെ നിന്റെ അച്ഛൻ എനിക്ക് പ്രീച്ചായ തന്നല്ലേ? അതെന്റെ വാപ്പിയൊന്നല്ല. എനിക്ക് ഉമ്മയില്ല, വാപ്പിയില്ല. എന്നെ എടുത്തു വളർത്തി വല്യാപ്പയാ. അപ്പൊ അമ്മ അച്ഛനും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ വല്യാപ്പയുടെ മോളാ. വല്യാപ്പയ്ക്കെന്നെ വലിയ ഇഷ്ടാ. പക്ഷേ വല്യാപ്പയ്ക്ക് സുഖമില്ല. നിപ്പി വീണ് പടയ്ക്കും, വായനും പതയും വരും. അയ്യോ, അത് ചന്നിയാ, മാറൂല. നാട്ടിൽ കുട്ടിക്കൃഷ്ണ മേശയുടെ മോനും അത് വന്നാ ചത്തെ. എന്താണ് ഇവിടെ നിൽക്കുന്നേ? പശുവിനെ മേയ്ക്കാൻ വന്നതാ. പശുവിനെ മേയ്ക്കാൻ വന്നതാ. ഇവനേതാ? അടുത്തുള്ളതാ. അടുത്തുള്ളതോ? ഇതാ, ഇത് നിനക്കുള്ളതാ. എന്തിനാ അത് വലിച്ചെറിഞ്ഞു? അയാൾ എനിക്ക് ഇഷ്ടമല്ല. അയാൾ ചീത്തയാ.
ഇപ്പൊ സമ്മതിച്ചേ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ എല്ലാരും ചീത്തയാന്ന്. ഞാൻ പോവാ.